ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് അയല മുളകിലിട്ട് തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 10 ചെറിയ ഉള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 1 ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 6 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളവും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അയില മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി മൂടി തുറന്ന് 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ അയല മുളകിലിട്ട് തയ്യാറായിരിക്കുകയാണ്. നമുക്കിങ്ങനെ ചോറിനോട് കഴിക്കാം. ഇല്ലെങ്കിൽ അടുത്ത ദിവസം കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.